ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ പ്രവാസ സന്ദേശം വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരുന്നു. ഇന്നും അതിനാധാരമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് തന്നെ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ 7 പടികളെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് നമ്മൾ ആ 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കാൻ തന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിനെ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിൻ്റെ മകനെ, ദൈവത്തിന് നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവന് ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. അതാ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ത്യാഗമാണ് നമ്മളിവിടെ കാണുന്നത്. വിശ്വാസത്തിൻ്റെ ത്യാഗപ്രവൃത്തി. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറയുക, നീ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ ഞാൻ പറയുന്ന മലയിൽ, ഹല്ലേലൂയ മോറിയ മലയിൽ ഞാൻ പറയുന്ന ഇടത്ത് കൊണ്ടുപോയി അവനെ യാഗം കഴിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. അത് അതേപടി അനുസരിച്ചു. അബ്രഹാം ദൈവത്തിന് മകനെയുമായിട്ട് ദൈവത്തിന് സ്തോത്രം കടന്നു പോകുന്നതായിട്ട് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അനുസരിച്ചു. വിശ്വാസത്തിൻ്റെ അനുസരണം. ഒന്ന്, വിശ്വാസത്തിൻ്റെ ത്യാഗപ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ തൻ്റെ മകനുമായി അബ്രഹാം കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു വിശ്വാസത്തിൻ്റെ അനുസരണം. അവൻ അതേപടി അനുസരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ദൈവം തമ്പുരാൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അതേപടി അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ അതേപടി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അബ്രഹാം അനുസരിച്ചു. മകനുമായി പുറപ്പെട്ടു വന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് തന്നെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാറ്റത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ അവിടെ നമുക്കറിയാം ദൈവവചനം എന്തുവാ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അബ്രഹാമിനോടുള്ള വാറ്റത്വം എന്താ? ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവിക വാറ്റത്വമാണ്. എന്നിട്ടും ദൈവത്തിന് സ്തോത്രം ആ വാറ്റത്വങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനായ പുത്രനെ അർപ്പിച്ചുവെന്നാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് 19-ാം വാക്യം വായിക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തെന്ന്. അതാ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് ഒരു പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകനെ അർപ്പിച്ചാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തനാണെന്ന്. പ്രിയമുള്ളവർ, എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, എത്ര പേർക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട്? ഒന്നാമതായിട്ട് വിശ്വാസത്തിൻ്റെ ത്യാഗപ്രവൃത്തി. അബ്രഹാം ത്യാഗം ചെയ്യുവാൻ സന്നദ്ധനായി. രണ്ടാമതായിട്ട് വിശ്വാസത്തിൻ്റെ അനുസരണം. അബ്രഹാം അനുസരിച്ച് അതേപടി ഹല്ലേലൂയ മകനുമായി പുറപ്പെട്ടു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു ഞാനും മകനും വരും. വിശ്വാസത്തിൻ്റെ പ്രതീക്ഷ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം അവരങ്ങനെ പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഭാര്യക്കാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, ഞാനും മകനുമായി ഹല്ലേലൂയ പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. അതാ പ്രതീക്ഷ അബ്രഹാമിൻ്റെ. അത് വിശ്വാസത്തിൻ്റെ പ്രതീക്ഷയാണ്. അബ്രഹാം പറയുക, ഞാനും എൻ്റെ മകനുമായിട്ട് പോയിട്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളവിടെ ഹല്ലേലൂയ അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ദൈവത്തിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതകളുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അതാ വിശ്വാസത്തിൻ്റെ പ്രതീക്ഷ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മകനെ ഞാൻ
യാഗമഴി അർപ്പിച്ചാലും അവനെ അവിടെ നിന്ന് ഉയർപ്പിപ്പാൻ കഴിവുള്ളവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, വിശ്വാസത്താൽ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം തമ്പുരാൻ എനിക്കത് ഒരുക്കിത്തരും, നൽകിത്തരും. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ പ്രതീക്ഷ, ഞാനും എൻ്റെ മകനും മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഭാര്യക്കാരോട് പറയുക. എന്നിട്ടോ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ നാലാമതായിട്ട് കാണുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിറകും തീയും കത്തിയും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുക, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. യാഗത്തിനുള്ള ആട് എവിടെയെന്ന് മകൻ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, മകനോട് അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. യഹോവ കരുതിക്കൊള്ളും. അത് വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ട് പ്രിയമുള്ളവരെ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ല എങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുവാൻ ശക്തനെന്ന് ഇന്ന് രാവിലെ നമുക്കൊന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട് പ്രിയമുള്ളവർ? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്? ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ അബ്രഹാം പറയുക മകനോട്, മകൻ ചോദിക്കുക, അബ്രഹാം, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യാഗമർപ്പിക്കുവാനുള്ള ആട് എവിടെ? അപ്പോൾ ഇത് അബ്രഹാം പറയുന്നു, മകനെ യഹോവ കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. അതാ വിശ്വാസത്തിൻ്റെ ഉറപ്പ്. അബ്രഹാമിന് അറിയാമായിരുന്നു, എൻ്റെ മകനെ ഞാൻ യാഗം കഴിപ്പിക്കുവാൻ കൊണ്ടുപോയാലും അവിടെ എനിക്ക് വേണ്ടി ദൈവം കരുതുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പോടെയാണ് അബ്രഹാം മകനുമായിട്ട് കടന്നു പോകുന്നത്. എന്നിട്ട് പറയുന്നു, എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ സ്ഥിരത നമ്മൾ കാണുന്നത്. മകനെ കെട്ടി, ഹല്ലേലൂയ, അവനെ യാഗപീഠമെല്ലാം ഉണ്ടാക്കി വിറകടുക്കി മകനെ കെട്ടി ദൈവത്തിന് സ്തോത്രം പീഠത്തിന് മണ്ടേ കിടത്തിയെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 17 മുതൽ നമ്മൾ 17-18 വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാറ്റത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചെന്നാണ് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വിളിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു സ്ഥിരത, വിശ്വാസത്തിൻ്റെ സ്ഥിരത. അവനെ കാലും കെട്ടി അവനെ യാഗപീഠത്തിൻ്റെ മുകളിൽ കിടത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ നമ്മൾ അടുത്തത് നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ വിജയമാണ്. ദൈവത്തിന് സ്തോത്രം. താൻ ബാല്യക്കാരനോട് പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിന് സ്തോത്രം മകനുമായി മടങ്ങിപ്പോകുന്നത്. അതാ വിശ്വാസത്തിൻ്റെ വിജയം. അബ്രഹാം ഇത്രയും കാര്യം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിജയമുണ്ടായെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണും. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, മകനെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി വിറകിന്മീതെ കിടത്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ ആ ത്യാഗം നമ്മളവിടെ നിന്ന് വായിക്കുക, നമുക്ക് കാണുവാൻ കഴിയുക പ്രിയമുള്ളവരെ. തൻ്റെ ഏകജാതനായ മകനെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ യാഗപീഠമുണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽ താൻ കിടത്തി എന്നാണ് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതാ വിശ്വാസത്തിൻ്റെ ത്യാഗം. ദൈവത്തിന് സ്തോത്രം. ത്യാഗപ്രവൃത്തി താൻ അവിടെ ചെയ്യുകയാണ്. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ ദൈവത്തിന് അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ടോ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഹല്ലേലൂയ. എത്ര ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട്
ദൈവസന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നെന്ന ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പ്രിയമുള്ളവരെ. ഈ 22-ാം അധ്യായം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധനയെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിട്ട് അബ്രഹാം പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടെന്ന് അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റിനെ പിടിച്ച് തൻ്റെ മകന് പകരം യാഗം കഴിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം നോക്കിക്കോണേ. യഹോവ കരുതിക്കൊള്ളും. യഹോവ അവിടെ ഒരുക്കിയില്ലയോ? ദൈവത്തിന് സ്തോത്രം. അതാ വിശ്വാസം. യഹോവ തൻ്റെ ഹല്ലേലൂയ തനിക്ക് വേണ്ടി തൻ്റെ മകന് പകരം ദൈവത്തിന് സ്തോത്രം ഒരു ആട്ടുകൊറ്റിനെ ദൈവം അവിടെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഈ സൈഡിൽ കൂടി മല കയറിയപ്പോൾ അങ്ങേ സൈഡിൽ കൂടി ഒരു ആട്ടുകൊറ്റനും ദൈവത്തിന് സ്തോത്രം കയറി വന്ന് ദൈവത്തിന് സ്തോത്രം അവരെ ഹല്ലേലൂയ യാഗം കഴിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ കൊമ്പ് കുരുങ്ങി ദൈവത്തിന് സ്തോത്രം അവിടെ കിടന്നു വന്ന ദൈവം ഒരുക്കുന്നത് മേൽത്തരമാണ്. ഏറ്റവും നല്ലത് ദൈവം അവിടെ അവർക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ ഒരുക്കി. അതാ വിശ്വാസമുള്ളവർക്ക് വേണ്ടി ദൈവം കരുതുന്നത് വലുതാ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം എപ്രകാരം? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. എത്ര പേർക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നമ്മുടെ വിശ്വാസം പ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. ധൈര്യത്തോട് ദൃഢനിശ്ചയത്തോട് പറയുവാൻ കഴിയുമോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നില്ല. കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുവാൻ ഇടയാകട്ടെ. ദൈവം എനിക്ക് വേണ്ടി കരുതും. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവസ്ഥകൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നേറുവാൻ കഴിയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.